രുചിഭേദങ്ങൾ. എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് പാവയ്ക്ക അല്ലെങ്കിൽ കയ്പയ്ക്ക കൊണ്ടുള്ളൊരു സൈഡ് ഡിഷാണ്. ഇത് എൻ്റെ അച്ഛൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. എൻ്റെ മക്കൾക്ക് പൊതുവേ കയ്പയ്ക്ക വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കണ ഒന്നാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണേ മുമ്പായിട്ട് നമ്മുടെ ചാനൽ രുചിഭേദങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കയ്പയ്ക്ക എന്നാണ് പറയാറ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കയ്പയ്ക്കയാണ്. കുറേ കയ്പയ്ക്ക ഇന്ന് പറിച്ചതുണ്ട്, പിന്നെ മുമ്പേ പറിച്ചു വെച്ചതുണ്ട്. മുമ്പേ പറിച്ചു വെച്ചൊക്കെ ചെറുതായിട്ട് പഴുത്തു കേട്ടോ. എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് വെക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ്. ഇനി ഈ കയ്പയ്ക്ക കുരുവെല്ലാം മാറ്റി കുനുകുനാന്ന് അരിഞ്ഞെടുത്ത് വെക്കണം. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചതാണത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് അധികമായാലും വിരോധമില്ല. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം നോക്കണ സമയത്ത് അതിൽ നിന്ന് വെള്ളം വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കയ്പയ്ക്ക നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ഇതിന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവില്ലേ എന്ന്. നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ പിഴിഞ്ഞതിൻ്റെ ബാക്കി ഈ ഉപ്പും മുളകൊക്കെ ഇട്ട ആ വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് കളയാട്ടോ. ഇതിൻ്റെ ഇനി ആവശ്യമില്ല. ഞാനിവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല ചൂടുണ്ടാവണം. അതിനുശേഷം കുറച്ചായിട്ട് കയ്പയ്ക്ക ഇട്ടിട്ട് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം. എണ്ണയിലേക്ക് കയ്പയ്ക്ക ഇടണ സമയത്ത് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. അതിനുശേഷം അത് വേവണ സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം എടുക്കണ സമയത്ത് നല്ല ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ ഇതിൽ എണ്ണ കുടിക്കില്ല. അങ്ങനെ നമുക്ക് ഓരോ ബാച്ചായിട്ട് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാനായിട്ട് ചോറും നല്ല കട്ട തൈരും ഈ ഒരു കൊണ്ടാട്ടം ഉണ്ടെങ്കിലുണ്ടല്ലോ വേറൊന്നും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ഞാനിന്ന് കയ്പയ്ക്ക കുറച്ച് അളവിലാണ് ചെയ്ത് കാണിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കിലോ 2 കിലോ ഒക്കെ അളവിലെടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. വീട്ടിൽ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പി അല്ലേ. ആ റെസ്റ്റിംഗ് ടൈം 1 മണിക്കൂർ വേണമെന്ന് മാത്രം. ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നല്ല അടിപൊളി റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.